ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യേശുവും യേശുവിൻ്റെ പിതാവായ ദൈവവും എന്ന വിഷയം ചിന്തിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു എന്ന ദൈവപുത്രൻ ദൈവമാണ്, അതെന്തുകൊണ്ട് എന്നീ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും മറ്റൊരു വചനം ചിന്തിക്കുകയാണ്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. യേശു ഉൾപ്പെട്ട് യേശു ശമര്യക്കാരത്തിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഉള്ള ഭാഗമാണ് നാം വായിക്കുന്നത്. അതായത് ആ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, നീ എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരിടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ യേശു തന്നെ പറഞ്ഞ, തൻ്റെ വായ കൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കാനിടയായി തീർന്നു. അതായത് യേശു പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന വിധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്ന വാക്കാണ്, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പോൾ ഇവിടെ നമ്മളുടെ ചിന്താവിഷയം യേശുവിൻ്റെ പിതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് യേശു തന്നെ പറയുന്ന ഉത്തരം ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്നു ദൈവം എന്ന് പറയുന്നു. ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്, ദൈവം ആത്മാവാകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചു, ക്രിസ്തു ദൈവം എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദീകരണം ചിന്തിച്ചപ്പോൾ ഇപ്രകാരം ചിന്തിച്ചു, നമ്മുടെ ദൈവം സ്വർഗത്തിലാവുന്നു, സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരത്തിലാവുന്നു, വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ സിംഹാസനത്തിലാവുന്നു, സിംഹാസനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലാകുന്നു. അതായത് ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവപുത്രനായ ക്രിസ്തു ആകുന്നു. ഈ ക്രിസ്തു ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ഇതെല്ലാം വചനങ്ങളായിട്ട്, വചനഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചു. 115-ാം സങ്കീർത്തനം, 11-ാം സങ്കീർത്തനം, യോഹന്നാന്റെ സുവിശേഷം 1:18, യെശയ്യാപ്രവചനം 6:1, ഇത്രയും ഭാഗങ്ങൾ എല്ലാം കൂട്ടി നമ്മൾ ആ വചനത്തിൻ്റെ പൊരുളിൽ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, അതിൽ ക്രിസ്തുവാണ് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് നമ്മൾ കണ്ടെത്താൻ പോയതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു വാക്കാണ് യേശു തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ആത്മാവാകും. എന്താണ് ആത്മാവ്? ഈ ആത്മാവിൻ്റെ ആരംഭം എവിടെയാണ്? അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കാനുള്ളത്. നമുക്ക് 139-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന് അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച വചനത്തിൽ നിന്ന് ദൈവം ഇല്ലാത്തൊരിടം എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനില്ല. സർവ്വവ്യാപിയാണ് ദൈവം. ദൈവം എവിടെയും ഉണ്ട്. അവൻ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകുമെന്നാണ്. സർവ്വവ്യാപിത്വമാണ്. ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വമാണ്. ദൈവം സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം ആത്മാവിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പുത്രൻ, ദൈവത്തിൻ്റെ ഹൃദയം സ്വർഗത്തിലാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവസിംഹാസനത്തിൽ സ്വർഗത്തിലിരിക്കുന്നു.
സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും ദൈവം തൻ്റെ ഇഷ്ടത്താൽ ചെയ്യുന്നു. തൻ്റെ ആത്മാവിനാൽ അത് നിവർത്തിക്കുന്നു. ദൈവം അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ടു വരുന്നത് ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ വചനം പുറപ്പെടുന്നത്. 103 സങ്കീർത്തനം 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പി. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ജ്ഞാനം വചനമായി സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനിൽ കൂടി വെളിപ്പെട്ടു വരുന്നു. അവിടെ ഒരു വാക്യം ഓർത്തു കൊള്ളണം. ദൈവത്തിന് ഉള്ളമുണ്ടോ? ദൈവത്തിന് ഉള്ളമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഉണ്ട്. കാരണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ദൈവത്തിന് സോളുണ്ട്. പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, സോളുണ്ട്. വേദപുസ്തകത്തിനകത്ത് 7 സ്ഥലത്ത് ദൈവത്തിൻ്റെ ഉള്ളം എന്ന് പറയുന്നുണ്ട്. ഉള്ളം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇച്ഛ പുറപ്പെട്ടു വരുന്ന ഇടമാണ്. മനുഷ്യന് ഉള്ളമുണ്ട്, ദൂതന്മാർക്കുള്ളമുണ്ട്, ദൈവത്തിന് ഉള്ളമുണ്ട്. റോമാലേഖനം 1 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ്റെ നിത്യശക്തിയും ദൈവത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായിട്ട് അവൻ്റെ അദൃശ്യ ശക്തിയും പ്രവർത്തനങ്ങളും വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഉള്ളം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ മാത്രം മതി. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്രയും മുന്നമേ ഒന്ന് മാനുഷികമായിട്ട് പ്രവൃത്തിയിൽ ഗ്രഹിക്കണം. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്, ജ്ഞാനം എന്നീ പറയുന്ന 4 ഘടകങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം. മാനുഷികമായിട്ട് ജന്മനാ ഉള്ളതാണ് ദേഹം, ദേഹി, ആത്മാവ്. വളർന്നു വരുന്നതാണ് ജ്ഞാനത്താൽ വളരുന്ന മനം, അതായത് ജ്ഞാനം. ഈ 4 ഘടകങ്ങൾ. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്ന് പറയുന്നത്. ബോഡി, സോൾ, സ്പിരിറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെ 4 ഭാഗങ്ങൾ പങ്കെടുക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തിൽ ആരാധിക്കുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം മനുഷ്യൻ്റെ ജനനത്തിൽ തന്നെ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകമുണ്ട്. എന്നാൽ അതിനുശേഷം വളർന്നു വരുന്നതാണ് മൈൻഡ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്. അതും കൂടിയിട്ട് വേണം, അതായത് നമ്മൾ ഉള്ളിൽ വളർച്ചു വരുന്ന മനസ്സും കൂടി വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ഇതിൽ ഏതൊക്കെയുണ്ട്? ദൈവത്തിന് ഇപ്പോൾ ക്രിസ്തു യേശു കൂടെ വരുന്നതിൽ അതിന് മുമ്പുള്ള അനുഭവമാണ് നമ്മൾ നോക്കുന്നത്. ദൈവത്തിന് ദേഹമുണ്ടോ? ഇല്ല. മനുഷ്യന് ദേഹമുണ്ട്. ദൈവത്തിന് ദേഹിയുണ്ടോ? ഉണ്ട്. അതാണ് സോൾ എന്ന് പറയുന്നത്, ഉള്ളമെന്ന് പറയുന്നത് അതാണ്. അതിൽ നിന്നാണ് ഇച്ഛ ഉത്ഭവിച്ചു വരുന്നത്. ദൈവത്തിൻ്റെ ദേഹിയിൽ നിന്നാണ്. മനുഷ്യൻ്റെ ദേഹിയിൽ നിന്ന് മനുഷ്യൻ്റെ ഇച്ഛ ഉത്ഭവിച്ചു വരും. ദൈവത്തിൻ്റെ ദേഹിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഇച്ഛ ഉത്ഭവിച്ചു വരും. അതായത് യേശു ഇപ്രകാരം പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ നാഴിക എന്നിൽ നിന്ന് നീക്കിത്തരണം, ഈ പാനപാത്രം എങ്കിൽ നീക്കണം. ഇത് യേശുവിൻ്റെ ഉള്ളത്തിൻ്റെ ഇച്ഛയാണ്, യേശുവിൻ്റെ ഉള്ളത്തിൽ നിന്ന് വന്നതാണ്. അപ്പം തന്നെ യേശു പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് വരുന്നത് മറ്റൊന്നാണ്. ഈ പാനപാത്രം കുടിച്ചേ മതിയാവും. അവിടെ 2 ഉള്ളം കാണാം. ഒന്ന് മനുഷ്യപുത്രൻ്റെ ഉള്ളം, ഒന്ന് ദൈവത്തിൻ്റെ ഉള്ളം. അപ്പോൾ അവിടെ താരതമ്യം പറയുന്നത് ദൈവത്തിൻ്റെ ഉള്ളവും മനുഷ്യൻ്റെ ഉള്ളവും ഉണ്ട്. അപ്പോൾ ഉള്ളത്തിൽ നിന്ന് ഇച്ഛ, പ്രസാദം, ആഗ്രഹം,
എന്നിവ പുറപ്പെട്ടു വരുന്നത് ഈ ഉള്ളത്തിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യനുള്ളതുപോലെ ദൈവത്തിനും ദേഹിയുണ്ട്. മനുഷ്യനുള്ളതുപോലെ ദൈവത്തിന് ശരീരമില്ല. ഇനി മനുഷ്യന് മനുഷ്യാത്മാവുണ്ട്. ദൈവത്തിനുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. മനുഷ്യൻ്റെ ആത്മാവാണ് മനുഷ്യാത്മാവും. ഈ മനുഷ്യാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരറിയും? അതുപോലെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ വേറെ ആരറിയും? ഒരു വ്യക്തിയുടെ സകല അറിവും ഉൾക്കൊള്ളുന്നതാണ് അവൻ്റെ ആത്മാവ്. അവൻ്റെ അവന് ജീവൻ കൊടുക്കുന്ന ആത്മാവ്. അതുപോലെ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ മനുഷ്യനുള്ളതുപോലെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. യേശുവിനുണ്ടായിരുന്ന ഇതുപോലെ ഒരു മനുഷ്യാത്മാവും, അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇങ്ങനെ ഇങ്ങനെ മനുഷ്യനുണ്ട് ആത്മാവ്, ദൈവത്തിനുണ്ട് ആത്മാവ്. ഇനി അടുത്തത്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ജ്ഞാനിയുടെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങി പാർക്കുന്നു എന്നാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മനുഷ്യരുടെ ഹൃദയത്തിൽ ജ്ഞാനം ഉളവാകുന്നു, അല്ലെങ്കിൽ ആർജിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിന് ആർജിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് ജ്ഞാനം വെളിപ്പെട്ടു വരുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജ്ഞാനം, ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജ്ഞാനം. അപ്പോൾ എന്തൊക്കെയുണ്ട്? മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്, ജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനം ശേഖരിച്ചു വയ്ക്കുന്ന മനസ്സ് എന്നീ 4 ഘടകങ്ങളുണ്ട്. ദൈവത്തിന് ശരീരമില്ല, ദേഹി, ആത്മാവ്, ജ്ഞാനം എന്നീ 3 ഘടകങ്ങളുണ്ട്. അത് ശരീരം ഒഴിച്ച മനുഷ്യനെ പോലെ തന്നെ ഒരു തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇതുകൊണ്ട് ദേഹി, ആത്മാവ്, ജ്ഞാനം എന്നിവ ഈ ഘടകങ്ങളാണ് അവനെ സൃഷ്ടിച്ചത്. ഇനിയാണ് മനുഷ്യൻ്റെ പ്രവർത്തനം. മനുഷ്യൻ്റെ പ്രവർത്തനം സൂക്ഷ്മതയോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ഗ്രഹിക്കാം. മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണം ഉണ്ടാക്കണം. ഉദാഹരണമായിട്ട് ഒരു മുപ്പല്ലി ഉണ്ടാക്കണം, അല്ലെങ്കിൽ മാംസം കുത്തിയെടുത്ത് യാഗപീഠത്തിൽ വയ്ക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മുൾക്കൊളുത്തുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ചട്ടി ഉണ്ടാക്കണം. ഈ ചട്ടി ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെ ചട്ടി? അതായത് സ്വർഗത്തിലൊരു മന്ദിരമുണ്ട്. അത് നമ്മൾ ആദ്യം പഠിച്ചു. നമ്മുടെ ദൈവം സ്വർഗത്തിലാകുന്നു, സ്വർഗത്തിൽ മന്ദിരത്തിലാകുന്നു, മന്ദിരത്തിൽ സിംഹാസനത്തിലാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്വർഗത്തിലെ മന്ദിരത്തിൽ ഉള്ള ഉപകരണങ്ങളുടെ നിഴലായിരിക്കണം ഇവിടെ ഉണ്ടാക്കുന്നത്. സ്വർഗത്തിലെ മന്ദിരത്തിൽ ഉള്ളതിൻ്റെ നിഴലായിരിക്കണം ഇവിടെ വരുന്നത്. ഈ സ്വർഗത്തിലുള്ളതിൻ്റെ ഉപകരണങ്ങളെ കുറിച്ച് ആർക്കറിയാം? ദൈവത്തിനറിയാം. പിന്നെ അറിയാവുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് അതുള്ളത്. ദൈവത്തിൻ്റെ അറിവ് മുഴുവൻ കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ ആരറിയും? അതുപോലെ തന്നെ മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരറിയും? ആരും അറിയുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന മുൾക്കൊളുത്ത്, അല്ലെങ്കിൽ ചട്ടി, അല്ലെങ്കിൽ കലം, വേവിക്കുന്ന കലം, ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ, യാഗപീഠത്തിൻ്റെ ഏതെങ്കിലും ഒരു ഉപകരണം ഉണ്ടാക്കുമ്പോൾ അത് സ്വർഗത്തിലുള്ളതിൻ്റെ നിഴലായിരിക്കണം. സ്വർഗത്തിലുള്ളത് മോശയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അത് ബെസലേലിനും ഒഹോലിയാബിനും കർത്താവ് ജ്ഞാനാത്മാവിനെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് മോശ കൽപ്പന കൊടുക്കുന്ന ഒരു ഭാഗം
ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് കൽപ്പന കൊടുക്കുന്നൊരു ഭാഗം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 31 അധ്യായം. യഹോവ പിന്നെയും മോശെയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലുള്ളത് മുഴുവനും അറിയുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ അറിവ് ദൈവത്തിൻ്റെ ആത്മാവിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ഒരു ഉപകരണം ഉണ്ടാക്കണമെങ്കിൽ, ഉദാഹരണമായിട്ട് അവിടെ യാഗപീഠത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരു തീച്ചട്ടി അതുണ്ടാക്കണമെങ്കിൽ ഇതെങ്ങനെയെന്ന് ബെസലേലിനോ ഒഹോലിയാവിനോ അറിയില്ല. എന്നാൽ ദൈവം അവൻ്റെ മേൽ തൻ്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള ആത്മാവിനെ? ജ്ഞാനാത്മാവിനെ. എന്താ ഈ ജ്ഞാനം? സ്വർഗത്തിലുള്ള സ്വർഗത്തിൽ എന്തെല്ലാം വിശുദ്ധ മന്ദിരത്തിൽ ഉപകരണങ്ങളുണ്ടോ ആ ഉപകരണങ്ങളെപ്പറ്റി മുഴുവനും ജ്ഞാനം ഈ ആത്മാവിലുണ്ട്. ഈ ആത്മാവിനെയാണ് ബെസലേലിന് കൊടുത്തത്. ഇനി ബെസലേലിന് വേറൊന്നും ചെയ്യേണ്ട. ഒരു തീച്ചട്ടി വേണം, അല്ലെങ്കിൽ ഒരു ഉരുളി വേണം, ഒരു വട്ടപാത്രം വേണം. ഇത് ഇന്ന പ്രവർത്തിക്കെന്നും ദൈവസന്നിധിയിൽ ചിന്തിച്ച് ധ്യാനിച്ചാൽ മതി, സങ്കല്പിച്ചാൽ മതി. ആ സങ്കല്പത്തിൽ ഈ സ്വർഗീയ ഉപകരണം തന്നെ തൻ്റെ ഹൃദയത്തിൽ വരും. അങ്ങനെ ഒഹോലിയാവ് ഉണ്ടാക്കി. അങ്ങനെ ഒഹോലിയാവ് ഉണ്ടാക്കിയപ്പോൾ കൃത്യമായിട്ട് സ്വർഗത്തിലെ ഉപകരണം അതുപോലെ തന്നെ ഭൂമിയിലുണ്ടാക്കി. എവിടെ നിന്ന്? എങ്ങനെ? ആരുണ്ടാക്കി? ബെസലേലുണ്ടാക്കി, ഒഹോലിയാവ് ഉണ്ടാക്കി. അവരെങ്ങനെ ഉണ്ടാക്കി? അവരുടെ ഹൃദയത്തിൽ ഈ പാത്രത്തിൻ്റെ രൂപം സങ്കല്പമായിട്ട് വന്നു. ആര് കൊടുത്തു? പരിശുദ്ധാത്മാവ് ജ്ഞാനാത്മാവായിട്ട് അവരിൽ വന്നു. പരിശുദ്ധാത്മാവിൽ ഇതെങ്ങനെ വന്നു? സ്വർഗത്തിലുള്ളതെല്ലാം ദൈവത്തിലുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് അവൻ്റെ ആത്മാവിലുണ്ട്. അതുകൊണ്ട് അത് പണിയുവാൻ ജ്ഞാനാത്മാവായിട്ട് പരിശുദ്ധാത്മാവിനെ ബെസലേലിലേക്ക് അയച്ചു. കർത്താവിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്തരമായ ഒരു ഒരു ഭാവമാണ്. ഇനിയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വീണ്ടും നമ്മൾ മറ്റൊരു വശം ചിന്തിക്കണം. അതായത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി, മനുഷ്യൻ പാപം ചെയ്തു, തോട്ടത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു, ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യനും ശപിക്കപ്പെട്ടു. അങ്ങനെ തലമുറകളായിട്ട് ജനം പെരുകി. പറഞ്ഞ വഴികൾക്കൊന്നും അവർ നിന്നില്ല. തെറ്റായ വഴികളിൽ കൂടി നടന്ന് ഭൂമി മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞു. സകല ജഡവും തങ്ങളുടെ വഴി വഷളാക്കി. 10ാമത്തെ തലമുറയായ നോഹയുടെ കാലം വന്നപ്പോഴേക്കും ഈ ഭൂമി മുഴുവനും ദൈവത്തോടുള്ള വിരോധം കൊണ്ടും പാപം കൊണ്ടും നിറഞ്ഞു. ഈ സമയത്ത് വചനം പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. എന്തു ചെയ്യണം? ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതായി. ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുതപിച്ചു, ദുഃഖമായി. ഒടുവിൽ ദൈവം ഒരു തീരുമാനത്തിലെത്തി. ഈ ഭൂമിയെ
പ്രളയം കൊണ്ട് നശിപ്പിച്ച് കളകാം. പ്രളയം കൊണ്ട് നശിപ്പിച്ച് ഒരു മനുഷ്യനെ, ആ തലമുറയിൽ നീതിമാനായി കണ്ട നോഹയെ മാത്രം കുടുംബത്തോടു കൂടി രക്ഷിച്ച് അവരിൽ നിന്ന് ഒരു മനുഷ്യവംശത്തെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഉള്ളിൽ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് വന്ന ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് വന്ന തീരുമാനമാണ്. ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവം കരുണാസമ്പന്നനാണ്. ഈ മനുഷ്യ വംശത്തെ മുഴുവനും നശിപ്പിച്ച് കളയുക എന്നുള്ളത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമല്ല. മരിക്കുന്നവൻ്റെ മരണത്തിൽ ഇഷ്ടമില്ലാത്ത ദൈവം ഇങ്ങനെ കൂടി ചിന്തിച്ചു. എന്നാൽ ഇങ്ങനെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം കുറ്റമറ്റവനായിരിക്കണം. ദൈവത്തിൻ്റെ ഭാഗം എപ്പോഴും യഹോവ എല്ലാവർക്കും നല്ലവൻ എന്ന് വചനത്തിലുള്ളതുപോലെ ഏത് മനുഷ്യനെയും രക്ഷ പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നവനെ, ആഗ്രഹിക്കുന്നവനെ താങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ മുഴുവൻ ഭൂമിയെയും വെള്ളത്താൽ നശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് താൻ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന നോഹയിൽ കൂടി ലോകത്തോട് മാനസാന്തരപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. ഇല്ല എങ്കിൽ ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ച് കളയാൻ ഒരുങ്ങുന്നു എന്നൊന്ന് പറയണം. ഇത്രയും സംഭവങ്ങൾ എവിടെയാണ് ഉണ്ടായെന്നറിയോ? ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ പാപം വർദ്ധിച്ചപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രളയത്താൽ മാനവരാശിയെ ഇല്ലാതാക്കി കളയാൻ ദൈവം തീരുമാനിച്ചു. അതിൽ നിന്ന് നോഹ എന്ന വ്യക്തിയെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ അങ്ങനെ നശിപ്പിക്കുന്നതിന് മുൻപായി ആ സകല മനുഷ്യരോടും ന്യായവിധിയുടെ ദൂത് അറിയിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഇത്രയും ആഗ്രഹം ദൈവം തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്, ഉള്ളിൽ നിരൂപിച്ചത് ജ്ഞാനമായി രൂപം കൊണ്ടു. ഈ ജ്ഞാനമായി രൂപം കൊണ്ടാൽ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം എവിടെ വരുന്നു? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വരുന്നു. ഹൃദയത്തിൽ നിന്ന് ദൈവം ഇത് പ്രസംഗിക്കാനായി തൻ്റെ ജ്ഞാനത്തെ ഭൂമിയിലേക്ക് അയച്ചു. ആരെ അയച്ചു? ജ്ഞാനത്തെ. ജ്ഞാനം അല്ലെങ്കിൽ വചനം എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിനെ വഹിക്കുന്നത് ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെ ജ്ഞാനം, അതായത് ഹൃദയത്തിലിരിക്കുന്ന ദൈവജ്ഞാനമായ ക്രിസ്തു ആത്മാവിൽ ഭൂമിയിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിൽ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്ന് നോഹയിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു. പരിശുദ്ധാത്മാവ് പ്രവേശിച്ച നോഹ തൻ്റെ വായിൽ കൂടി ലോകത്തോട് ഈ ന്യായവിധിയുടെ വചനം പ്രസംഗിച്ചു. ബെസലേലിലും ഒഹോലിയാവിലും എന്തു വന്നു? ജ്ഞാനാത്മാവ് വന്നു. ഏത് ജ്ഞാനം? സ്വർഗത്തിലെ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആത്മാവ് വന്നു. അവർ സമാഗമന കൂടാരത്തിലെ പാത്രങ്ങൾ വാർത്തു പണിതു. നോഹയിൽ എന്തു വന്നു? സ്വർഗത്തിൽ നിന്ന് ദൈവം തീരുമാനിച്ച തീരുമാനം ആത്മാവിൽ ഭൂമിയിലേക്ക് അയച്ചു. ആ ദൈവജ്ഞാനമാകുന്ന ക്രിസ്തു തന്നെയാണ് വന്നത്.
ആ ദൈവജ്ഞാനം ആകുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നോഹയിൽ പ്രവേശിച്ച് അവനിൽ കൂടി ഈ കാര്യം പ്രസംഗിച്ചു. ലോകം മുഴുവനും നശിക്കാൻ പോകുകയാണ്. പ്രളയത്താൽ ദൈവം ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ആകാശത്തു നിന്ന് മഴ പെയ്ത് ഈ ലോകത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി സകല ജീവജാലങ്ങളും നശിച്ചു പോകും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊള്ളുക. ഈ കാര്യങ്ങൾ നോഹയിൽ കൂടി പ്രസംഗിച്ചു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്നുള്ള വിഷയമാണ്. അവിടെ സംഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചതുപോലെ ബുദ്ധിക്ക് തെളിവായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതനുസരിച്ച് നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അവൻ തൻ്റെ ശരീരം കൊണ്ട് നിവർത്തിക്കുന്നു. എങ്ങനെ നിവർത്തിക്കുന്നു? ഒരു മനുഷ്യൻ, ഒരു കുട്ടി എക്സാമിന്, അവന് പരീക്ഷയാണ്, എക്സാമിന് ഒരു പ്രോബ്ലം, ഒരു കണക്കിൻ്റെ വഴി കാണാതെ ഇങ്ങനെ ഇരിക്കുക. അത് എഴുതിയിട്ട് വേണം അടുത്തതിലേക്ക് എഴുതാൻ. സമയം മുമ്പോട്ട് പോകുന്നു, ഓർമ്മയിൽ നിന്ന് പോവുകയും ചെയ്തു. എന്ത് ചെയ്യണം? ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ കൈകൾ ചലിക്കാൻ സാധിക്കുന്നില്ല, എഴുതാനോ വരയ്ക്കാനോ സാധിക്കുന്നില്ല. ഒടുവിൽ സഹതാപം തോന്നിയ ടീച്ചർ വളരെ വ്യംഗ്യമായിട്ടും വളരെ തന്ത്രപൂർവവും അവൻ്റെ ചെവിയിൽ ആ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് ഹൃദയത്തിൽ അത് വന്നതാ. സ്വീകരിച്ചവൻ പെട്ടെന്ന് വന്ന് എഴുതി അത് സോൾവ് ചെയ്ത് അവൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നുപോയി. നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്, അവൻ്റെ ശരീരം മുഴുവനും മാറ്റമൊന്നും വന്നിട്ടില്ല. അവൻ്റെ കൈകളിൽ പേനയുണ്ട്, എഴുതാൻ മനസ്സുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവനത് എഴുതാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം, അത് എഴുതണമെങ്കിൽ ആ എഴുതുന്ന പേനയിലേക്കും കൈകളിലേക്കും ജ്ഞാനമെത്തണം. എഴുതേണ്ട ജ്ഞാനമെത്തണം. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ. ജ്ഞാനിയുടെ ഹൃദയത്തിൽ ദൈവം ജ്ഞാനം അടങ്ങി പാർക്കുന്നു. അവിടെ നിന്ന് ടീച്ചർ പറഞ്ഞ ഉടനെ തന്നെ അവൻ ഹൃദയത്തിൽ അത് ഗ്രഹിച്ചു. ഉടനെ തന്നെ അത് ജീവനിൽ പകർന്നു, ജീവിപ്പിക്കുന്നു. അവൻ്റെ മനുഷ്യാത്മാവിൽ ആ ജ്ഞാനം പടർന്നു. മനുഷ്യാത്മാവാണ് അവന് ജീവനെ ഉളവാക്കുന്നത്. അപ്പോൾ തന്നെ അവനത് കൈകൊണ്ട് എഴുതുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത് അവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഭാഗം തന്നെയാണ് ആത്മാവ്, അവൻ്റെ ജീവാത്മാവ്. അവൻ്റെ ഉള്ളിൽ അവന് വരുന്ന ജ്ഞാനം സ്വീകരിക്കുന്നതാണ് അവൻ്റെ ഉള്ളം. ആ ഉള്ളത്തിൽ നിന്നാണ് ജീവൻ പുറപ്പെട്ടു വരുന്നത്. ഇതുപോലെ തന്നെ ദൈവം എടുക്കുന്ന തീരുമാനങ്ങളും കൽപ്പനകളും ഇഷ്ടങ്ങളും ജ്ഞാനമായിട്ട് വെളിപ്പെട്ടു വരുന്നു. ഈ വെളിപ്പെട്ടു വരുന്ന ജ്ഞാനം രക്തത്തിലേക്ക് പടരുന്നു, ആത്മാവിലേക്ക് പകരുന്നു. ആത്മാവ് ഓരോ ദിക്കുകളിൽ, ഓരോ സ്ഥലങ്ങളിൽ, പ്രപഞ്ചത്തിൻ്റെ ഓരോ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നു. ബെത്ലഹേമിലും ഒഹോലിയാബിലും മന്ദിരത്തിലെ പാത്രങ്ങൾ പണിതു. നോഹയിൽ കൂടി ന്യായവിധിയുടെ വചനം പ്രസംഗിച്ചു. അപ്പോൾ
ദൈവം ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിയിൽ തൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ വ്യാപരിക്കുന്ന വ്യാപാരമാണ് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്. മനുഷ്യൻ തൻ്റെ ശരീരത്തും കൊണ്ട് പ്രവർത്തിക്കാൻ തൻ്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തമുണ്ടോ അവിടെയെല്ലാം വ്യാപരിച്ച് കിടക്കുന്നതാണ് അവൻ്റെ മനുഷ്യാത്മാവ്. ദൈവത്തിനോ അന്തമില്ല, അനന്തമാണ്, സർവവ്യാപിയാണ്. ഈ സർവവ്യാപിത്വത്തിൽ വ്യാപരിച്ച് കിടക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അവിടെ സ്വർഗത്തിൽ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ, ഒരു ഗ്രഹത്തിൽ, ഒരു നക്ഷത്രത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നക്ഷത്രം ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചാൽ അത് ഉടനെ തന്നെ ദൈവജ്ഞാനമായ ക്രിസ്തുവിൽ വരുന്നു. ക്രിസ്തു ആയ ദൈവപുത്രൻ ആത്മാവിൽ ആ നക്ഷത്രത്തിലേക്ക് വരുന്നു. ആ കാര്യം അവിടെ നിവർത്തിക്കപ്പെടുന്നു. തലസ്ഥാനം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് ഈ വന്ന ജ്ഞാനം ദൈവമാണെന്നാണ്. ഹൃദയത്തിൽ വന്ന ജ്ഞാനം ദൈവമാകുന്നുവോ അതിന് ദൈവം എന്ന് വിളിക്കാമോ? വചനം പറയുന്നതിന് ദൈവം എന്ന് വിളിക്കാം. അത് അവൻ്റെ ഭാഗം തന്നെയാണ്, ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആത്മാവ് ദൈവം എന്ന് വിളിക്കാവോ? വിളിക്കാം. ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം തന്നെയാണ്. ഒരുവൻ്റെ ഹൃദയവും ചിന്ത ഉള്ളവും മാത്രമാണ് അവനെന്ന് പറയാമോ? സാധിക്കില്ല. അവനെന്ന് പറയുന്നത് പരിമിതിയുള്ള ഒരു ശരീരമുണ്ട്, അതിൽ വ്യാപരിച്ച് കിടക്കുന്ന ജീവരക്തമുണ്ട്, അതിനാധാരമായിരിക്കുന്ന ജീവാത്മാവുണ്ട്, അത് പുറപ്പെട്ടു വരുന്ന ഹൃദയമുണ്ട്, ചിന്താധാരകൾ ഉത്ഭവിച്ചു വരുന്ന ഉള്ളമുണ്ട്, സംഭരിക്കുന്ന ഹൃദയത്തിൽ സംഭരിക്കുന്ന ജ്ഞാനമുണ്ട്. ഇതൊക്കെയും ദൈവം തന്നെയാണ്. അപ്പോൾ അവിടെ ആത്മാവ് ദൈവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ദൈവം തന്നെ. എങ്ങനെ? ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വമാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ അങ്ങനെ ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ യേശുവിൻ്റെ പിതാവായ ദൈവം ആത്മാവാണ്, അത് സർവ്വവ്യാപിയാണെങ്കിൽ എന്തിനാ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചേ? ഉയരത്തിൽ തന്നെ പ്രത്യേകിച്ചിരിക്കുന്നത്. അവിടെയാണ് ഒരാൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് വേറൊരാളുടെ കൈ പിടിച്ചിരിക്കുക, അവൻ എവിടെ നോക്കും? എവിടെ നോക്കി വർത്താനം പറയും? ശരീരത്തെ നോക്കി വർത്താനം പറയൂ? ദൈവമുഖത്തെ നോക്കി വർത്താനം പറയും. യേശു നോക്കിയത് പിതാവായ ദൈവത്തിന് ഒരു ദൃശ്യരൂപമുണ്ട്. പിതാവായ ദൈവത്തെ കാണത്തക്കതായ ഒരു രൂപമുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, ദൈവത്തിൻ്റെ മാർവിൽ ഇരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു. ആ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലേക്കാണ് കർത്താവ് നോക്കിയത്. ക്രിസ്തുവിലേക്ക് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു വേറെ ആയിട്ട് വരും. അങ്ങനെയല്ല, ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലേക്കാണ് യേശു നോക്കിയത്. വീണ്ടും ഒരിക്കൽ കൂടി ഓർത്തുകൊള്ളണം, ഇല്ലായെങ്കിൽ പറഞ്ഞതിന് ദുർവ്യാഖ്യാനം വരും. പ്രാർത്ഥിച്ചപ്പോൾ യേശു എവിടേക്ക് നോക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. അവൻ്റെ ദൈവജ്ഞാനം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ആ ദൈവജ്ഞാനം എന്ന് പറയുന്നത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ചകെട്ടിയവനുമായ ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ ഇരിക്കുന്നിടത്തേക്കാണ് നോക്കിയത്. അതെങ്ങനെ? അതിൻ്റെ വിശദീകരണം കൊലോസിലേക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്,
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമുണ്ട്, അവിടെ ഉള്ളത് അന്വേഷിക്കണം. അവൻ ഇരിക്കുന്ന ഇടത്തെ അന്വേഷിക്കണം. യേശു നോക്കിയത് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വാക്ക് തോന്നാം, മനുഷ്യപുത്രൻ ദൈവപുത്രനിലേക്കാണ് നോക്കിയത്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് മനുഷ്യപുത്രൻ ദൈവപുത്രൻ ഇരിക്കുന്ന ഇടത്തേക്കാണ് നോക്കിയത്. അതാണ് ഉടയവൻ്റെ ഹൃദയം. അതാണ് ഉടയവൻ്റെ ഹൃദയം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത് ദൈവപുത്രനായ ക്രിസ്തു ദൈവമോ? അതിൻ്റെ മറുപടി കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു. ഇതിൽ ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ സർവവ്യാപിത്വമായ ഭാഗമാണ് ആത്മാവ്. അത് ദൈവം തന്നെ. എന്നാൽ യേശു നോക്കിയത് എങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ ദൈവപുത്രൻ ആയ ദൈവജ്ഞാനമായ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്ക്, അതായത് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഉള്ളം, ആ ദൈവപുത്രൻ ഇരിക്കുന്ന ഇടത്തേക്കാണ് യേശു നോക്കിയത്.